നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. പ്രിന്റിംഗ് പ്രസ് മേഖല നേരിടുന്ന പ്രതിസന്ധികൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കെ രാധാകൃഷ്ണൻ MP. ആധുനിക കാലത്ത് ഈ മേഖലയ്ക്ക് പിടിച്ചു നിൽക്കാൻ പ്രത്യേക സാഹചര്യം ഒരുക്കേണ്ടതുണ്ടെന്നും MP. പാലക്കാട് ജില്ലാ സഹകരണ പ്രിന്റിംഗ് പ്രസ് കെട്ടിടം നവീകരിച്ചു. തൃശൂർ പുതുക്കാട് മേഖലയിൽ മിന്നൽ ചുഴലി. മരങ്ങൾ കടപുഴകി വീണ് 4 വീടുകൾ തകർന്നു. ശക്തമായ ചുഴലിക്കാറ്റുണ്ടായത് പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുകടവ്, ആറ്റപ്പിള്ളി പ്രദേശങ്ങളിൽ. ഷൊർണൂരിൽ ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺ വെൽഫെയർ അസോസിയേഷൻ മേഖലാ കൺവെൻഷൻ. പാലക്കാട് ബുദ്ധിപരിമിതരുടെ രക്ഷാകർതൃ സംഘടനയായ പരിവാർ ജില്ലാ വാർഷിക പൊതുയോഗവും സെമിനാറും. വാർത്തകൾ വിശദമായി. പ്രിന്റിംഗ് പ്രസ് മേഖല നേരിടുന്ന പ്രതിസന്ധികൾ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കെ രാധാകൃഷ്ണൻ MP. പാലക്കാട് ജില്ലാ സഹകരണ പ്രിന്റിംഗ് പ്രസിന്റെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. പ്രിന്റിംഗ് പ്രസ് മേഖല വലിയ പ്രതിസന്ധിയിലാണെന്ന് തനിക്ക് ബോധ്യമുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുമെന്നും MP പറഞ്ഞു. അങ്ങനെ സ്വന്തം കാലിൽ എല്ലാവരും നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ നല്ലപോലെ വളർന്നു കഴിയും. എല്ലാ മനുഷ്യരും സ്വയം പര്യാപ്തത്തിലേക്ക് എത്തുക, എല്ലാ സ്ഥാപനങ്ങളും സ്വയം പര്യാപ്തത്തിലേക്ക് എത്തുക എന്നുള്ള സങ്കല്പമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പാലക്കാട് ജില്ലാ സഹകരണ പ്രിന്റിംഗ് പ്രസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യം. ഈ പ്രിന്റിംഗ് പ്രസിൻ്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തെ നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പൊന്നുകുട്ടൻ അധ്യക്ഷത വഹിച്ചു. റൈസ് പാർക്ക് ചെയർമാൻ CK രാജേന്ദ്രൻ മുൻ സാരഥികളെ ആദരിച്ചു. ജോയിന്റ് രജിസ്ട്രാർ P ഉദയൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ AV ധനുഷ, പാലക്കാട് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാൻ TK നൌഷാദ്, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് C ബാലൻ, A രാമദാസ്, N രാജേഷ്, C കൃഷ്ണകുമാർ, D ജയപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പുതുക്കാട് മേഖലയിൽ മിന്നൽ ചുഴലിയിൽ പരക്കെ നാശനഷ്ടം. പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുകടവ്, ആറ്റപ്പിള്ളി പ്രദേശങ്ങളിലാണ് ചുഴലിക്കാറ്റുണ്ടായത്. മിന്നൽ ചുഴലിയിൽ 4 വീടുകൾക്ക് മുകളിലും ഒരു കാറിന് മുകളിലും മരങ്ങൾ കടപുഴകി വീണു. SN പുരം സ്വദേശികളായ പോൾ, അമ്മിണി, മനോജ്, നന്ദിപുലം സ്വദേശി അശോകൻ എന്നിവരുടെ വീടുകൾക്ക് മുകളിലാണ് മരം വീണത്. ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകളും തകർന്നു. കോട്ടായിൽ കനത്ത മഴയിൽ വീട് പൂർണ്ണമായും തകർന്നു. കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ താമസിക്കുന്ന ഓടന്നൂർ വലിയപറമ്പിൽ അബ്ദുവിന്റെ 35 വർഷം പഴക്കമുള്ള ഓടിട്ട വീടാണ് തകർന്നത്. 3 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി അബ്ദുൾ റസാഖ് പറഞ്ഞു. അബ്ദുൾ റസാഖിന്റെ വീടിന് 35 വർഷത്തോളം പഴക്കമുണ്ട്. മഴയില് കുറച്ച് വീണു ഒരു ചുമര്. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി താമസം ഇവിടുന്ന് മാറി. പിന്നെ വീട് അധികം പഴക്കമൊന്നുമില്ല, ഒരു 10-30 വർഷത്തെ പഴക്കമുള്ളൂ. പിന്നെ ഓരോ ഭാഗങ്ങളും വീടുന്നുള്ളപ്പോൾ ഞങ്ങളിപ്പോൾ മാറി താമസം മാറ്റി. വീടിന്റെ അടിത്തറ വിണ്ടുകീറിയാണ് വീടൊന്നാകെ തകർന്നു വീണത്. പഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ച് പുതിയ വീടിനായി കാത്തിരിക്കുകയാണെന്നും അബ്ദുൾ റസാഖ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺ വെൽഫെയർ ഫെഡറേഷൻ ഷൊർണൂർ മേഖലാ കൺവെൻഷൻ KVR ഹൈസ്കൂളിൽ നടന്നു. ഷൊർണൂർ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു ഉദ്ഘാടനം ചെയ്തു. പരിശോധിക്കുമ്പോഴും അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ട്. അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എത്രയോ കുട്ടികൾ സ്വയം അവർക്ക് വേണ്ട വരുമാന മാർഗം കണ്ടെത്തുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഷൊർണൂരിൽ തന്നെയുള്ള ഒരു ഷിറാഫുദ്ദീൻ, അവരെ ഒരു അപകടത്തെ സംബന്ധിച്ചാണ് അവർക്ക് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുള്ളത്. കൺവെൻഷണൽ DAWF മേഖലാ പ്രസിഡന്റ് P ശ്രീജ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി റജി ജോസഫ്, ജില്ലാ പ്രസിഡന്റ് A അബ്ദുൽ കരീം, CPM ലോക്കൽ സെക്രട്ടറി ND ഡിൻഷാദ്, DAWF ഏരിയ സെക്രട്ടറി മോഹനദാസൻ, പ്രസിഡന്റ് T മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ട്രഷറർ PM ഹരിദാസ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി സ്വാഗതവും K സുകുമാരൻ നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി P ശ്രീജ പ്രസിഡന്റ്, രശ്മി മധു, സുഹറ റഷീദ് വൈസ് പ്രസിഡന്റുമാർ, K കൃഷ്ണൻകുട്ടി സെക്രട്ടറി, M അബ്ദുൽ ജബ്ബാർ, VK സുകുമാരൻ ജോയിന്റ് സെക്രട്ടറി, M ഹരിദാസ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ബുദ്ധിപരിമിതരുടെ രക്ഷാകർതൃ സംഘടനയായ പരിവാർ ജില്ലാ വാർഷിക പൊതുയോഗം പാലക്കാട് നടന്നു.
ബോധവൽക്കരണ സെമിനാറും ഇതിനോടനുബന്ധിച്ച് നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വിശ്വനാഥ് ഐറ്ററാണെങ്കിലും മേജർ സ്ഥലങ്ങളുള്ള സാറാണെങ്കിലും അവർ രണ്ടുപേരും ഏറ്റവും നന്നായി നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ ജനകീയമാക്കാനുള്ള ഇടപെടൽ ശക്തമായി നടപ്പിലാക്കുന്ന ആളുകളാണ്. അവർ നിത്യേന എന്നോണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ കുട്ടികളുടെ മെച്ചപ്പെടലിന് വേണ്ടി അവർക്ക് ഏതർത്ഥത്തിലാണോ മുന്നോട്ട് പോകാൻ സാധിക്കുക, അതിനെന്ത് സഹായമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളായി എന്നും എത്താറുണ്ട്. അവിടെ മാത്രമല്ല, ഇനിയിപ്പോൾ പരിവാറിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ മസ്തിഷ്ക ഭിന്നശേഷി വ്യക്തികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആശ്വാസകിരണം, നിരാമയ തുടങ്ങിയ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യവും ഇവർക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് വിതരണത്തിൽ ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഏകീകൃത സ്വഭാവമില്ലാത്തതും ഭൗതിക ഭിന്നശേഷി വ്യക്തികളുടെ കുടുംബം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. ആയതിനാൽ ഇവർക്ക് നിയമാനുസരണം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്നും എങ്ങനെ ലഭ്യമാക്കാം എന്നതിനെക്കുറിച്ചുമാണ് സെമിനാർ ചർച്ച ചെയ്തത്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് PR ശ്രീരാം അധ്യക്ഷത വഹിച്ചു. പരിവാർ പ്രസിഡന്റ് P രമണൻ, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ഷഹബാസ്, P വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ട്രേഡ് യൂണിയൻ പ്രവർത്തനം തൊഴിലാളിക്ഷേമം ലക്ഷ്യം വെച്ചാകണമെന്നായിരുന്നു N ഉണ്ണികൃഷ്ണന്റെ നിലപാടെന്ന് K ബാബു MLA. കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ പാലക്കാട് നടത്തിയ N ഉണ്ണികൃഷ്ണൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു N ഉണ്ണികൃഷ്ണൻ. ഓട്ടോ ടാക്സി രംഗത്ത്, ലൈറ്റ് മോട്ടോർ വാഹന രംഗത്ത് ദേശീയ തലം വരെ ഉയർന്നു പ്രവർത്തിച്ച നമുക്കെല്ലാവർക്കും ഈ രംഗത്തിന്റെ ആദ്യ പാഠം പഠിപ്പിച്ച, നമുക്ക് ഒപ്പം നിന്ന് പ്രവർത്തിച്ച, ദീർഘകാലം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട നമ്മുടെ ഉണ്ണിയേട്ടന്റെ വേർപാടിന്റെ ഒരു വർഷമാണ് ഇന്ന്. തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി നിരന്തരം പോരാടിയ വ്യക്തിയായിരുന്നു N ഉണ്ണികൃഷ്ണനെന്നും K ബാബു MLA അനുസ്മരിച്ചു. ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ജില്ലാ കമ്മിറ്റി അംഗം TP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ്, ജെയ്സൺ പള്ളായി, ഷംസുദ്ദീൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ ഷുക്കൂർ, ജില്ലാ കമ്മിറ്റി അംഗം ശശിധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായം തേടുന്ന മണ്ണൂർ സ്വദേശിനി ബേബി ഷക്കീലയ്ക്കായി കൈകോർത്ത് കൊട്ടക്കുന്ന് ക്രേസി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. ക്ലബിന്റെ 20ഓളം പ്രവർത്തകരാണ് പഞ്ചായത്തിലുടനീളം വിവിധ വീടുകളിലെത്തി ചികിത്സാ ധനസഹായം സ്വരൂപിക്കുന്നത്. ബേബി ഷക്കീലയുടെ കരൾമാറ്റ ശസ്ത്രക്രിയാ ചെലവുകൾക്കായി 40 ലക്ഷം രൂപ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി നാടെങ്ങും കൈകോർക്കുന്നതിന്റെ ഭാഗമായാണ് കൊട്ടക്കുന്ന് ക്രേസി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ഇതിന്റെ ഭാഗമായത്. മണ്ണൂർ പഞ്ചായത്തിലെ ബേബി ഷക്കീല പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിക്ക് ലിവർ പ്ലാന്റേഷൻ്റെ ഭാഗമായിട്ട് ക്രേസി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഞങ്ങളിന്ന് ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ പരിപാടിയുടെ ഭാഗമായിട്ട് 1 രൂപയാണെങ്കിൽ 1 രൂപ നിങ്ങളെ ആ സഹോദരിക്ക് വേണ്ടി സഹായിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. കൊട്ടക്കുന്ന് ക്രേസി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും ബേബി ഷക്കീലയ്ക്ക് വേണ്ടിയുള്ള പ്രചരണം സജീവമാണ്. 5-ാം വാർഡ് കോഴിക്കുന്ന് പ്രദേശത്തുള്ള ബേബി ഷക്കീല എന്നൊരു യുവതിക്ക്, ഒരു സ്ത്രീക്ക് വേണ്ടി, കുടുംബക്ക് വേണ്ടി കരൾ രോഗം ബാധിച്ചുകൊണ്ട് അവർ വലിയ അവസ്ഥയിലാണുള്ളത്. മണ്ണൂർ പഞ്ചായത്ത് ഒന്നടങ്കം അവർക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ക്രേസി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന ഞങ്ങൾ കൊട്ടക്കുന്ന് പ്രവർത്തിക്കുന്ന ക്ലബ്ബും ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രദേശത്ത് കൂടെയൊക്കെ ഇറങ്ങി ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ മഞ്ഞക്കാട് കൊങ്കുന്നത്ത് ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ പരിപാടികൾ ഭക്തിസാന്ദ്രം. രാവിലെ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയോട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി തീയന്നൂർ ചിത്രഭാനു നമ്പൂതിരിയുടെയും മേൽശാന്തി തൊടിച്ചിൽ രാജേന്ദ്രന്റെയും കാർമ്മികത്വത്തിൽ രാവിലെ 8:30-ക്കാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും തുടർന്ന് ആനയൂട്ട് നടന്നത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു.
ക്ഷേത്രം പ്രസിഡന്റ് രാമചന്ദ്രൻ, സെക്രട്ടറി നമ്പിയത്ത് രാധാകൃഷ്ണൻ, ട്രഷറർ രാജൻ എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് 7-ന് ക്ഷേത്രത്തിൽ ഭഗവത് സേവയുണ്ടാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. ചെറുതുരുത്തി PNNM ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെയാണ് ഔഷധക്കഞ്ഞി വിതരണം. ഔഷധക്കഞ്ഞി വിതരണം PNNM ഡയറക്ടർ സന്ധ്യ മന്നത്ത് ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും അറിയാം, കർക്കിടക മാസം നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് പറ്റിയൊരു മാസമാണ്. സത്യത്തിൽ പണ്ടത്തെ മലയാളികളുടെ പോലെയൊന്നും അല്ല നമ്മൾ ഒരുപാട് കാലം മാറിയപ്പോൾ നമ്മളും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും പണ്ടൊരു കാലത്ത് കർക്കിടകം എന്ന് പറഞ്ഞ പഞ്ഞമാസം, ഇടമുറിയാതെയുള്ള മഴ, ആ മഴയത്ത് കാർഷിക അഭിവൃദ്ധി അല്ലെങ്കിൽ കാർഷിക കാര്യങ്ങളിൽ മാത്രം കൃഷിയെ ആസ്പദമാക്കി ജീവിച്ചിരുന്ന മലയാളിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ക്ഷേത്രം പ്രസിഡന്റ് മനവഴി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. മേൽശാന്തി ശ്രീലാൽ നമ്പൂതിരി, ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് NP കൃഷ്ണകുമാർ, മാതൃസമിതി ഭാരവാഹി ഉള്ളാട്ടിൽ നാരായണിക്കുട്ടി, സമാജം പ്രതിനിധി പ്രസാദ് ആറാണി തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേത്രം സെക്രട്ടറി സുരേന്ദ്രൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രിന്റിംഗ് പ്രസ് മേഖല നേരിടുന്ന പ്രതിസന്ധികൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് K രാധാകൃഷ്ണൻ MP. ആധുനിക കാലത്ത് ഈ മേഖലയ്ക്ക് പിടിച്ചു നിൽക്കാൻ പ്രത്യേക സാഹചര്യം ഒരുക്കേണ്ടതുണ്ടെന്നും MP. പാലക്കാട് ജില്ലാ സഹകരണ പ്രിന്റിംഗ് പ്രസ് കെട്ടിടം നവീകരിച്ചു. തൃശൂർ പുതുക്കാട് മേഖലയിൽ മിന്നൽ ചുഴലി, മരങ്ങൾ കടപുഴകി വീണ് 4 വീടുകൾ തകർന്നു. ശക്തമായ ചുഴലിക്കാറ്റുണ്ടായത് പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുകടവ്, ആറ്റപ്പിള്ളി പ്രദേശങ്ങളിൽ. ഷൊർണൂരിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ വെൽഫെയർ അസോസിയേഷൻ മേഖലാ കൺവെൻഷൻ. പാലക്കാട് ബുദ്ധിപരിമിതരുടെ രക്ഷാകർതൃ സംഘടനയായ പരിവാർ ജില്ലാ വാർഷിക പൊതുയോഗവും സെമിനാറും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.